I'm arrested IPS. എവിടെടാ ചെറ്റ? വിളിച്ചോണ്ട് പാടാവനെ. ഇത്രയും കാലാവത്ത് ആത കളിച്ച് നടത്തില്ലേ? എവിടാ അവൻ? ഇംഗ്ലീഷ് അറിഞ്ഞൂടെ കേട്ടോ? എവരി ഡോ ഹാസ് എ ഡേ. എല്ലാ പട്ടിക്കുണ്ടടാ ഒരു ദിവസം. വിശ്വൻ അങ്ങനെ ഒരു ദിവസം കിട്ടി, അവൻ അങ്ങനെ ഹീറോ ആയി. പക്ഷേ ഓൾഡ് ഈസ് ഗോൾഡ് ആണ്ടാ, ഗോൾഡ്. എവിടാ വിളിയടാ, വിളിച്ചോണ്ട് വാടാ തെറ്റ്. പവിത്രന്റെ കളി അതറിയണമല്ലോ. എവിടാ വിളിച്ചോണ്ട് വാടാ പോയി. ഓടാ ആഴ്ച ഓട്ടിക്കടാ അമ്മരെ. അറിയാമോടാ പുതിയ കമ്മീഷണർ ആരെന്ന്? സിംഹമാണ്, ഗർജിക്കുന്ന സിംഹം. അതേടാ, കിരൺ ബേദി IPS പോലെ ഗർജിക്കുന്ന പെൺസിംഹം. എല്ലാടി ഇല്ലയൻ നിന്നെയൊക്കെ ചവിട്ടി ഒതുക്കി കൂട്ടാൻ സ്വാധീനം ചേർത്ത് ഞങ്ങൾ വർത്തിയാടാ. ഞങ്ങളൊന്ന് വിരൽ ഞൊടിച്ച അവർ ചവിട്ടി പിളർന്നു കളയും നിന്റെയൊക്കെ നെഞ്ചാങ്കൂട്. ആരാടോ താനൊക്കെ? ഞാൻ പന്തം പെരിച്ചാഴി ഗോപാലെ. രാജു, ഞാൻ കൊല്ലും ഷാ. എന്തിനാ ഈ കത്തി? ഇതൊരാൾ വെച്ചേക്കാൻ തന്നതാ. അതാരാ? ദേവൻ. എന്റെ അല്ല, നമുക്കെന്തിനാ കത്തി? ക്ഷൗരം ചെയ്യാൻ. എന്തായിരുന്നു ഇവിടെ ബഹളം ഇത്രയും നേരം? ചട്ടിയടിച്ച് പൊട്ടിക്കലും ചവിട്ടലും ചീത്തവിളിയും ഒരു പൂരമല്ലായിരുന്നോ ഇവിടെ? സിറ്റി പോലീസ് കമ്മീഷണർ അരുന്ധതി IPS നിന്റെയൊക്കെ ആരാന്നാ പറഞ്ഞേ? പറയായിരുന്നു. ചാരായ മറിയുടെയും സബ് ഇൻസ്പെക്ടർ രഘുവരന്റെയും മരണത്തെ പറ്റി അന്വേഷിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ചേരി റെയ്ഡിന്റെ ബഹളത്തിനിടയ്ക്ക് നടന്ന കൊലയായതുകൊണ്ട് ദൃക്സാക്ഷികൾ ഒരുപാടുണ്ടാവും. എനിക്ക് 4-5 സാക്ഷികളെ ആവശ്യമുണ്ട്. താനൊക്കെ സംഭവം കണ്ടിട്ടില്ലേടോ? മറിയ എന്ന സാധു സ്ത്രീയെ സബ് ഇൻസ്പെക്ടർ ഗറില്ല രഘു ചവിട്ടിക്കൊല്ലുന്ന ഞങ്ങളൊക്കെ കണ്ടതാണ്. അതുപോലെ അവനൊന്ന് ചാവുന്നത് കാണാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാം മാഡം, അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല. എന്നോട് വേല ഇറക്കരുത്. ഐ ഹെഡ് ഹൂ ദ റിയൽ കൾപ്രിറ്റ് ഈസ്. വിശ്വനാഥൻ, ഈ ചേരിക്കാരുടെ മനസ്സിലെ മഹാരാജാവ് വിശ്വൻ. വിശ്വനാണ് കൊന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചേരിക്കാര് കണ്ടാലെന്ത് കണ്ടില്ലെങ്കിൽ എന്ത്? പോയി അവനെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴേ. നോ, അതിന് സാക്ഷികൾ വേണം. പക്ഷെ എനിക്കറിയാം ഈ ചേരിയിലെ ഒരു പട്ടികളും അവനെതിരെ സാക്ഷി പറയില്ല എന്ന്. ഒരു ചാരായ കച്ചവടക്കാരിയെ കൊന്നത് നിങ്ങളെല്ലാം കണ്ടു അല്ലേ? ബട്ട് നോട്ട് എ സബ് ഇൻസ്പെക്ടർ. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് ഒരു ബാസ്റ്റേഡും കണ്ടില്ലെന്നാണോ? പറ, നീ കണ്ടില്ലേടാ? നീ കണ്ടില്ലേ? പറയടാ. ഞാൻ കണ്ടു മാഡം. പറ, നീ എന്താ കണ്ടേ? ഒന്നും കാണരുത്, കേൾക്കരുത്, പറയരുത്. അതാണ് ചേരിയിലെ നിയമം. ഞാൻ ഗറില്ല രഘു ചത്ത് കിടക്കുന്നത് കണ്ടു. നീ ആരാടാ? ഞാൻ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പോലീസ് മാഡം. പോലീസ് എന്താന്ന് അറിയില്ലല്ലേ നിനക്ക്? ഞാൻ അറിയിച്ചു തരാടാ. അയ്യോ മാഡം പ്ലീസ്, ഹസൻ ബാബ പഴയൊരു സബ് ഇൻസ്പെക്ടറാ. ജോലി പോയെങ്കിലും ഹസൻ ഇപ്പോഴും പഴയ ഹസൻ തന്നെയാണ്. ഇവിടത്തേർക്ക് മാത്രമല്ല എല്ലാവർക്കും ഞാൻ ഹസനിക്കുകയാണ്. ഇന്ന് ഞാൻ, നാളെ നീ. മേലെ നിന്നുള്ള വിളികേട്ട് താളം തുള്ളാൻ നിന്നാൽ തുള്ളപ്പനി വന്ന് ചത്തുപോകും. ഈ അരുന്ധതി ആരുടെ സ്വന്തമല്ല. സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. I am a self-made woman. That's അരുന്ധതി IPS. കാക്കിയിട്ട പോലീസുകാരന്മാരല്ലേടോ താനൊക്കെ? ആ തേർഡ് റൈറ്റ് ക്രിമിനലിനെ പേടിക്കുന്നതിലും ഭേദം തനിക്കൊക്കെ പൊട്ടാസ്യം സൈനൈഡ് വഴി ചത്തൂടെ? നെഞ്ചുക്കത്തോടെ പറയടോ, നിങ്ങളിൽ ആരൊക്കെയാണ് ആ ബ്രൂട്ടൽ മർഡറിന് സാക്ഷികൾ? പിന്നെ തന്റെയൊക്കെ തന്തമാരായിരുന്നു അന്ന് SI രഘുവരന്റെ കൂടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്. ആണത്തുണ്ടെങ്കിൽ പറയണം, അന്ന് എന്താ സംഭവിച്ചത്? I want to know what happened that hateful day. ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് രഘു സാർ ആ സ്ത്രീയുമായി ഒരു കുടിലേക്ക് കയറിപ്പോയി വാതിലടയ്ക്കുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ ഒരു അലർച്ചയും ബഹളവുമാണ് കേട്ടത്. ഞങ്ങൾ ഓടിച്ചു നോക്കിയപ്പോ
രണ്ടുപേരും മരിച്ചു കിടക്കുകയായിരുന്നു മാഡം. സത്യമായിട്ടും മറ്റു യാതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അവനെതിരെ ആരും സാക്ഷി പറയില്ല. ആ ചേരി 4-5 പൊക്കി ചവിട്ടി നട്ടലൊടിക്കേ. സർ, ആവേശം കൊണ്ടൊന്നും കാര്യമില്ല. കൊല്ലപ്പെട്ട സബ് ഇൻസ്പെക്ടർ രഘുവരന്റെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോലും സാക്ഷി പറയാൻ തയ്യാറല്ല. പിന്നെയാണോ ആ ചേരിക്കാർ? പുതിയ സിറ്റി കമ്മീഷണറാണല്ലേ അരുന്ധതി IPS? അതെ. മാഡത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ലുക്ക് മാഡം, വിശ്വൻ എന്ന പാവ മനുഷ്യന് മേൽ എന്റെ ഡാഡി അടക്കം സമൂഹത്തിലെ ഉന്നതന്മാർ അടിച്ചേൽപ്പിച്ച ഡിഗ്രിയാണ് ഗുണ്ടാപ്പട്ടം. ആ വിശ്വൻ, 1 മിനിറ്റ് ഡാഡി, എനിക്ക് പറയാനുള്ളത് കൂടി ഞാൻ പറയട്ടെ. പോലീസ് ഓഫീസറായ എന്റെ ഡാഡി പോലും കൂലി കൊടുത്തിട്ട് വിശ്വന്റെ ഗുണ്ടായിസം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ചീഫ് പൊളിറ്റീഷ്യന്മാര് പോലും വിശ്വനെ നിന്നോട് ചോദിച്ചോ? എത്രയും വേഗം ആ വിശ്വനെ അവന്റെ സംഘത്തെ അറസ്റ്റ് ചെയ്ത് എന്റെ മുമ്പിൽ ഹാജരാക്കണം. ഇതെന്റെ ഒരു പേഴ്സണൽ ആവശ്യം മാത്രമല്ല, മുകളിലുള്ള പലരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. I will try my level best. നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ആരാന്റെ മുന്നിൽ വെച്ച് ഡാഡി എന്തിനാ ഇൻസൾട്ട് ചെയ്തത്? തിരുത്താൻ, മനുഷ്യനാകാൻ. ഓ, പിന്നെ ഇനിയിപ്പം മോള് തിരുത്തിയിട്ട് വേണം ഡാഡി നന്നാകാൻ. മതി നിന്റെ ജേർണലിസോ ഊരിച്ചിട്ടിലോ ഒക്കെ. ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ആള് വരുന്നുണ്ട്. എനിക്കിപ്പോ കല്യാണം വേണ്ട. അത് തീരുമാനിക്കേണ്ടത് നീയല്ല. അതെ, എന്റെ കാര്യം തീരുമാനിക്കേണ്ട ഞാനാ. അധിക പ്രസംഗം പറയുന്നോടി. ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി കുറച്ച് ഫ്രീഡം തന്ന് തെറ്റായി പോയി. പറയുന്നതിനെ അനുസരിച്ചാ മതി, ഇല്ലെങ്കിൽ നിന്നെ അനുസരിപ്പിക്കും. ഉദ്യോഗവും പണവും എന്നൊക്കെ പറഞ്ഞു നടന്നപ്പോ മകളുടെ കാര്യം കൂടി അന്വേഷിക്കണമായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതാ ജേർണലിസത്തിനൊന്നും അയക്കണ്ടെന്ന്. മതി, എല്ലാവരും നിർത്തിക്കോണം. മര്യാദയ്ക്ക് കല്യാണത്തിന് ഒരുങ്ങിക്കോ. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ മോളെ? ഉണ്ടെങ്കിൽ മമ്മിയോട് പറ. ഇയാളൊന്ന് അടങ്ങ്. ഭ്രാന്തന്മാരെ പോലെ ഉണ്ണാലെല്ലാം മുടിയിലെന്നാ சொல்லியா நல்ல சொருசுருக்கான ആമ്പളങ്ങളെ മുമ്പാൽ ഇരുന്ന് ഞാൻ ഇറക്കറേ. അതാ കമ്മീഷണർ പെണ്ണിന്റെ ചുമതലയാ. അവരുടെ ഡ്യൂട്ടിയിൽ എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല. നല്ല സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവൾ എഫിഷ്യന്റാ, അവൾ നോക്കിക്കോളൂ. നിങ്ങളുടെ പേരിൽ 4 മർഡർ കേസ് മാത്രമല്ല 10-12 അറ്റംപ്റ്റ് മർഡർ കേസുകളും
20-ലേറെ കവർച്ചയും പിടിച്ചു പറയും ഒക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. സത്യം പറയാലോ, ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് നിങ്ങളെ തല്ലാൻ തോന്നുന്നേയില്ല. കാരണം വിശ്വനില്ലെങ്കിൽ നിങ്ങളൊക്കെ വെറും പൂച്ചക്കുട്ടികളാ. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് അവൻ ഒരാളാ. അവൻ എവിടെയുണ്ടെന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കേസുകളിൽ നിന്നും ഞാൻ നിങ്ങളെ മാപ്പുസാക്ഷിയാക്കാം. ശരിക്കും ആലോചിക്ക്. സമ്മതിച്ചെങ്കിൽ വിശ്വൻ എവിടെയുണ്ടെന്ന് പറയടാ. പറയാൻ അറിയില്ല, എനിക്കൊന്നും അറിയില്ല. പറയില്ലല്ലേ? എവിടെയാ വിശ്വൻ? അപ്പൊ നിനക്കറിയാലേ എവിടെയാ വിശ്വൻ? ബ്ലഡി റാസ്കൽസ്, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലടാ. എസ് ഐ രഘുവരനെ വെട്ടിക്കൊന്നത് വിശ്വനാണെന്ന് നിന്നെയൊക്കെ കൊണ്ട് ഞാൻ കോടതിയിൽ സാക്ഷി പറയിപ്പിക്കും. ഇല്ലെങ്കിൽ ഞാൻ അരുന്നതയല്ല. I challenge you. നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഭീകരൻ ഒമറിനെ ഏത് മടയിലാ വിശ്വനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് മര്യാദക്ക് നീയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ചവിട്ടി നിന്നെയൊക്കെ നട്ടല്ലൂരിയെടുക്കാൻ വരട്ടെ മാഡം. നമസ്കാരം. ഇന്ത്യൻ പീനൽ കോഡിലും പോലീസ് റൂളിലും ലോക്കപ്പിൽ കിടക്കുന്ന പ്രതികളുടെ നട്ടല്ലൂരിയെടുക്കാൻ വകുപ്പുകൾ പറയുന്നില്ല. സാഹസത്തിലേക്ക് എടുത്ത് ചാടാതിരിക്കുന്നതല്ലേ ബുദ്ധിമാടൻ? ഓ, എന്നെ സർവീസ് ചേട്ടൻ പഠിപ്പിക്കാനായിരിക്കും മിസ്റ്റർ ഹസൻ ബാബ വളരെ നേരത്തെ തന്നെ സ്വന്തം സർവീസ് അവസാനിപ്പിച്ചത്. അല്ല, മേലുദ്യോഗസ്ഥരെ ചട്ടങ്ങൾ പഠിപ്പിക്കാൻ കഴിയാഞ്ഞിട്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിയിക്കണം. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയിരിക്കണം. ഇവരുടെ കാര്യത്തിൽ ഇത് രണ്ടും പാലിക്കപ്പെട്ടിട്ടില്ല. വക്കീലായി എന്നെ അറിയിക്കാനുള്ള നിയമപരമായ ബാധ്യത മാഡത്തിനുണ്ട്. ചാർജുകൾ എന്താണെന്ന്? പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല വക്കീൽ സാറേ. ഇവരെ ഉരുട്ടിയും മിരട്ടിയും വിശ്വനെതിരെ തെളിവെടുക്കാൻ നോക്കുകയാണ്. സോറി മാഡം, നിങ്ങൾ ചാർജ് ഷീറ്റ് തന്നാലേ എനിക്ക് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അനധികൃതമായ അറസ്റ്റിനും കസ്റ്റഡിയിൽ സൂക്ഷിക്കലിനും മാഡം കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി അഗെയിൻസ്റ്റ് CRPC. വിളിച്ചോണ്ട് പോയിക്കോ. പക്ഷെ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. താൻ എന്നാ കോപ്പില മറ്റവനാ? എടോ, എന്റെ മോളെ ഒരു പട്ടി കഴിവേറി കടത്തിക്കൊണ്ടുപോയി. അനുഭവിക്ക്. നിങ്ങൾ ഈ കോൺട്രാക്ടർമാരും രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്നല്ലേ വെറും ഒരു ഞാഞ്ഞൂലിനെ രാജമുമ്പാലേക്ക് വാഴിച്ചത്. ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്ക്, അന്വേഷിക്കാം. കംപ്ലൈന്റ് എഴുതി കൊടുക്കാത്തതിന്റെ ഒരു കുറവാ. ആ പന്ന ചെറ്റയുടെ കോണാൻ കണ്ട സല്യൂട്ട് അടിക്കുന്നവരല്ലോ തന്റെ പോലീസുകാർ. എനിക്കറിയാവണോ എന്ത് ചെയ്യണമെന്ന്. പക്ഷേ അതിന് താനും തന്റെ പരട്ട പോലീസും സമാധാനം പറയേണ്ടി വരും. വേണോ? എവിടെയാ പെണ്ണ്? ഓഹോ, നടേശൻ കോൺട്രാക്ടറിന്റെ മകളെ അന്വേഷിച്ച് വന്നായിരിക്കും. കാണിച്ചുതരാം, വന്നാട്ടെ. Come on. മാഡം ഇവിടെ നിൽക്കണം, ഞാൻ വിളിച്ചോണ്ടുവരാം. അല്ല, അത് അതിക്രമൊന്നും കാണിക്കരുത്. ഇത് സ്ഥലം ഏതാണെന്ന് മാഡത്തിന് അറിയാമല്ലോ. ചേരിയാണ്. ഇവിടെയുള്ള മറ്റാൾക്കാരെ വിശ്വസിച്ചില്ലെങ്കിലും ഈ ഹസനെ വിശ്വസിക്കണം. ഇതാണ് ആ പെണ്ണും ചെറുക്കനും. നോ മാഡം, നിയമപ്രകാരം ഇവർ വിവാഹിതരായി കഴിഞ്ഞു. ലീഗലി ദേ ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അതെ, ഹസനൊക്കെ പറഞ്ഞത് ശരിയാണ്. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നതാ. എനിക്ക് അജയനെ ഇഷ്ടമാണ്.